ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റായ നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന നെയ്യപ്പമാണിത്. ഒരു ഓവർനൈറ്റ് ഒന്നും കുതിർത്തിയിടേണ്ട. അപ്പോൾ നമുക്ക് നെയ്യപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. 250 ml 2 കപ്പും അതിലൊരു പകുതിയും പച്ചരിയാണ് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് പൈപ്പിൻ്റെ ചോട്ടിൽ വെള്ളം തുറന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതൊരു 4 മണിക്കൂർ കുതിർത്തിയിടാം. ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കാം. നൂൽ പരുവമൊന്നും ആവേണ്ട ആവശ്യമില്ല. ശർക്കര തിളച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇറക്കി വെക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേണം ഉരുക്കിയെടുക്കാൻ. എന്നിട്ട് തണുക്കാനായി മാറ്റി വെക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ചേർക്കാം. 4 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർക്കാം. ഇനി വേണ്ടത് 1/4 കപ്പ് മൈദയാണ്. നെയ്യപ്പം നല്ല സോഫ്റ്റ് ആവാനായിട്ടാണ് മൈദ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അപ്പസോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പസോഡ കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ തണുക്കാനായി വെച്ച നമ്മുടെ ശർക്കര ഒരു അരിപ്പാത്തട്ട് വെച്ച് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടിച്ചെടുത്ത നമ്മുടെ ഈ അരപ്പിലേക്ക് നമുക്ക് ബാക്കിയുള്ള പച്ചരി കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ പച്ചരി മുഴുവനും ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. കണ്ടോ? ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ എള്ള് കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും എള്ളും ഉപ്പും ആവുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി കൊടുത്തതിന് ശേഷം ഈ ബാറ്റർ നമുക്ക് അടച്ച് വെച്ച് ഒരു 4 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു കടായി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 6 kg നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം 6 kg നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 6 kg നെയ്യ് ഒഴിച്ചതിന് ശേഷം അത് ചൂടായി വന്നാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കൊത്ത് ഇട്ട് കൊടുക്കാം. കൊട്ടത്തേങ്ങ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കൊപ്ര പോലത്തെ തേങ്ങ നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി ഇതിലേക്ക് നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമ്മുടെ ഈ തേങ്ങാക്കൊത്തെല്ലാം നന്നായി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇതുപോലെ നന്നായി ഇളക്കി എല്ലാ ഭാഗവും ഒന്ന് മൂത്ത് വരണം. ഇങ്ങനെ മൂത്ത് വന്നതിന് ശേഷം നമ്മുടെ ഈ ബാറ്റർ തുറന്ന് അതിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. 2 സെക്കൻഡ് നേരം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് യോജിപ്പിക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് നെയ്യപ്പം ചുടാനായിട്ടുള്ള വെളിച്ചെണ്ണയോ ഓയിലോ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു തവിയെടുത്ത് വെളിച്ചെണ്ണ നന്നായി ചൂടായാൽ തീ ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരു കോരി ഇതിലേക്ക് എടുത്ത് ഒഴിക്കാം. വീണ്ടും തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നെയ്യപ്പം നല്ല പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ? ഇതുപോലെ നെയ്യപ്പം നന്നായി പൊങ്ങി വരും. തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. നെയ്യപ്പത്തിൻ്റെ ഉള്ളൊക്കെ വേവാനായിട്ട് തീ മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വെക്കുന്നതാണ് നല്ലത്. ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് കോരി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ അടിപൊളി നെയ്യപ്പം ഇവിടെ റെഡിയായിട്ടുണ്ട്.